ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാരങ്ങാച്ചാറാണ്. അപ്പം ഞാൻ ആദ്യമേ നാരങ്ങ പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അരിഞ്ഞിട്ട് അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യണം. ഉപ്പ് എല്ലാ നാരങ്ങയിലും പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ശേഷം ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കടുകും ഉലുവയും ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും കാന്താരി മുളകും ഇട്ട് കൊടുക്കാം. ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തായിരുന്നു. പിന്നെ അതിലേക്ക് ആവശ്യമായ പൊടി ഐറ്റംസാണ് ഞാൻ എടുത്ത് വച്ചിരിക്കുന്നത്. ഇത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഈ 3 പൊടികളുമാണ് ഞാൻ എടുത്ത് വച്ചിരിക്കുന്നത്. ഈ 3 പൊടിയും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അരപ്പൊക്കെ ഒരു മൂത്ത് വരുന്ന ആ ഒരു പരുവം ആകുമ്പോഴത്തേക്കും നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ അരപ്പിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല. അപ്പം ഞാൻ നാരങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു. ഈ അരപ്പെല്ലാം നാരങ്ങയിൽ പിടിക്കത്തക്ക വിധത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ അരപ്പിലേക്ക് ഞാൻ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് 1/2 ഗ്ലാസ്സാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ കായപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് ഈ അരപ്പൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ അച്ചാർ തണുത്തതിന് ശേഷം എയർ ടൈറ്റുള്ള നല്ലൊരു ഭരണിയിലോ ജാറിലോ ഇട്ട് സൂക്ഷിച്ച് വെക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.